ഹലോ കൂട്ടുകാരെ, മരിക്കാൻ വേണ്ടി ഒരാൾ മരത്തിലെ ഇലകൾ എണ്ണുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? ഓരോ ഇല കൊഴിയുമ്പോഴും തന്റെ ആയുസ്സും കുറയുകയാണെന്ന് വിശ്വസിച്ച ഒരു പെൺകുട്ടിയുടെയും അവൾക്ക് വേണ്ടി തന്റെ ജീവൻ പണയം വെച്ച് ഒരു മഹാത്ഭുതം സൃഷ്ടിച്ച ഒരു വൃദ്ധന്റെയും കഥ ഞാൻ നിങ്ങൾക്കിന്ന് പറഞ്ഞു തരാം. വിശ്വപ്രസിദ്ധ എഴുത്തുകാരൻ ഒ ഹെൻറിയുടെ ദ ലാസ്റ്റ് ലീഫ് എന്ന കഥ. ഈ കഥയുടെ പശ്ചാത്തലം ന്യൂയോർക്കിലെ ഗ്രീൻവിച്ച് എന്ന വില്ലേജാണ്. കലാകാരന്മാരുടെ ഒരു കൊച്ചു കോളനിയാണത്. അവിടെയുള്ള ഒരു പഴയ കെട്ടിടത്തിന്റെ മുകളിലത്തിൽ നിലയിൽ സു, ജോൺസി എന്ന രണ്ട് സുഹൃത്തുക്കൾ താമസിച്ചിരുന്നു. രണ്ടുപേരും ചിത്രകാരന്മാരാണ്. ആ സമയത്താണ് നഗരത്തിൽ ന്യൂമോണിയ പടർന്നു പിടിച്ചത്. നിർഭാഗ്യവശാൽ ജോൺസിയെയും രോഗം പിടികൂടി. മരുന്നിനേക്കാൾ ഉപരി മനസ്സിന്റെ തളർച്ചയായിരുന്നു അവളുടെ പ്രധാന പ്രശ്നം. ജനാലയ്ക്കൽ കാണുന്ന ആ പഴയ ഐവി ചെടിയിലെ ഇലകൾ ഓരോന്നായി കൊഴിയുന്നത് നോക്കി അവൾ കിടന്നു. ആ അവസാനത്തെ ഇല വീഴുമ്പോൾ ഞാനും പോകും എന്നവൾ ഉറപ്പിച്ചു. അതേ കെട്ടിടത്തിന്റെ താഴത്തെ നിലയിൽ ബഹുമാൻ എന്നൊരു വൃദ്ധൻ താമസിച്ചിരുന്നു. 40 വർഷമായി ഒരു മാസ്റ്റർ പീസ് ചിത്രം വരയ്ക്കണമെന്ന് സ്വപ്നം കണ്ട് ജീവിക്കുന്ന ഒരാൾ. പക്ഷേ ഇതുവരെ അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല. മദ്യപാനിയും പരുക്കനുമായിരുന്നെങ്കിലും മുകളിലത്തെ പെൺകുട്ടികളെ അയാൾക്ക് വളരെ കാര്യമായിരുന്നു. അന്ന് രാത്രി ഭയങ്കരമായ കാറ്റും മഴയുമായിരുന്നു. അവസാനത്തെ ആ ഒരൊറ്റ ഇല കൂടി അന്ന് വീഴുമെന്ന് ജോൺസി ഉറപ്പിച്ചു. പിറ്റേന്ന് രാവിലെ ജനാല തുറന്ന ജോൺസി അത്ഭുതപ്പെട്ടുപോയി. ആ ഇല വീണിട്ടില്ല. കൊടുങ്കാറ്റിലും അത് പച്ചപ്പോടെ അവിടെ തന്നെ നിൽക്കുന്നു. അത് കണ്ടപ്പോൾ ജോൺസിക്ക് ജീവിക്കാനുള്ള ആഗ്രഹം തിരിച്ചു കിട്ടി. ഒരു ഇലയ്ക്ക് ഇത്രയും പോരാടാമെങ്കിൽ എനിക്ക് എന്തുകൊണ്ടായിക്കൂടാ എന്നവൾ ചിന്തിച്ചു. ജോൺസി പതുക്കെ സുഖം പ്രാപിച്ചു. അപ്പോഴാണ് സു ആ സത്യം വെളിപ്പെടുത്തിയത്. ആ രാത്രിയിൽ ബഹുമാൻ മരിച്ചുപോയി. ആ കൊടും തണുപ്പിൽ ഏണിയും ചായക്കൂട്ടുകളുമായി പുറത്തുപോയി അദ്ദേഹം ആ മരത്തിന്റെ ചുവരിൽ ആ ഇല വരച്ചു വെച്ചതായിരുന്നു. കാറ്റിലും അനങ്ങാതെ ഒരിക്കലും കൊഴിയാത്ത ആ ചിത്രം, തന്റെ ജീവൻ നൽകി അദ്ദേഹം വരച്ച ആ ചിത്രമായിരുന്നു ലോകം കണ്ട ഏറ്റവും വലിയ മാസ്റ്റർ പീസ്. നമ്മുടെയൊക്കെ ഉള്ളിലും ഒരു ജോൺസി ഉണ്ട്. ഇടയ്ക്ക് തളർന്നു പോകുന്നവർ. പക്ഷേ നമുക്ക് ചുറ്റുമുള്ള സ്നേഹത്തിന് നമ്മളെ തിരിച്ചു പിടിക്കാൻ കഴിയും. മറ്റൊരാൾക്ക് വേണ്ടി സ്വന്തം ജീവിതം സമർപ്പിച്ച ആ വൃദ്ധന്റെ ചിത്രം പോലെ. വലിയ കാര്യങ്ങൾ ചെയ്യാൻ വലിയ സ്ഥാനങ്ങളൊന്നും ആവശ്യമില്ല. സ്നേഹം മാത്രം മതി. ഈ കഥയെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത് കമന്റ് ചെയ്യുമല്ലോ.